ദൈവനാമം മഹിമപ്പെടുമാറാകട്ടെ. കർത്താവിന്റെ ദാസൻ ഷൈൻ, സഭയിലെ എൽഡേഴ്സ്, സഹോദരി സഹോദരന്മാർ, മറ്റ് സ്ഥലങ്ങളിൽ നിന്ന് പങ്കെടുക്കുന്ന പ്രിയപ്പെട്ടവർ എല്ലാവർക്കും യേശു കർത്താവിന്റെ നാമത്തിൽ പിറവത്ത് നിന്ന് സ്നേഹ വന്ദനം. ദൈവത്തോട് അടുത്തു ചെല്ലുക എന്ന ഒരു സന്ദേശമാണ് നിങ്ങളോട് ഞാൻ പങ്കുവച്ചത്. സൂമിലൂടെയുള്ള മീറ്റിങ്ങിന് പല പരിമിതികളുണ്ട്. കുറച്ചു പേർ മാത്രമേ വീഡിയോ ഓൺ ചെയ്തിട്ടുള്ളൂ. അതിപ്പോ നിർബന്ധിക്കുന്നില്ല, കാരണം എന്തെങ്കിലുമൊക്കെ കാരണം കാണും. എന്നാൽ വീഡിയോ ഓൺ ചെയ്യുന്നതാണ് എപ്പോഴും നല്ലത്. ഇല്ലെങ്കിൽ നിങ്ങൾ തന്നെ അറിയാതെ ഉഴപ്പന്മാരായി പോകും. അല്ലെങ്കിൽ തന്നെ ഉഴപ്പ് എന്ന് പറയുന്നത് നമ്മുടെ ഒരു സൈഡിൽ എപ്പോഴും ഉണ്ടല്ലോ. നമ്മൾ അതിനെ അതിജീവിച്ചാ മുമ്പോട്ട് പോണത്. അപ്പോ ഇന്നാളൊരു സൂമില് പാസ്റ്റർ അനൗൺസ് ചെയ്തു, ഇപ്പോൾ ജോറി കുട്ടിച്ചാൻ പ്രാർത്ഥിക്കുമെന്ന് പറഞ്ഞു. ജോറി കുട്ടിച്ചാന്റെ ഫോട്ടോ മാത്രമേ ഉള്ളൂ, ജോറി കുട്ടിച്ചാൻ ഇല്ല. കുറേ നേരം കഴിഞ്ഞപ്പോ തോമസ് കുട്ടിച്ചാനെ വിളിച്ചു. തോമസ് കുട്ടിച്ചാന്റെയും ഫോട്ടോയേ ഉള്ളൂ. അന്നേരം ഒരു പീലിപ്പോച്ചാന് മനസ്സിലായി ഇത് കുളമാകുമെന്ന് മനസ്സിലായിട്ട് പീലിപ്പോച്ചാൻ കയറി അങ്ങ് പ്രാർത്ഥിച്ചു. അപ്പൊ ഇതെല്ലാം ഈ കോവിഡ് കാലത്ത് വന്ന വലിയ ദുരന്തങ്ങളാണ്. അതേ സമയത്ത് നമ്മുടെ ചർച്ചിലാണെങ്കിൽ നമ്മൾ കുളിച്ച് ഒരുങ്ങി വളരെ ഉത്തരവാദിത്വത്തോടുകൂടെ വന്നിരിക്കും. ദൈവം കൃപ ചെയ്ത് ഈ സൂം കണ്ടുപിടിച്ച കാരണം നമുക്ക് എങ്ങനെ വേണേലും ഇരിക്കാമല്ലോ. നമുക്ക് ഇടയ്ക്ക് ചായ കുടിക്കാൻ പോവുകയോ ബാത്റൂമിൽ പോവുകയോ ഒക്കെ ചെയ്യാം. ഫോട്ടോ ഇട്ടാൽ പോരെ. പക്ഷെ അവിടെ നമ്മളൊരു കാര്യം ഓർക്കണം, നമ്മൾ ദൈവത്തെ കളിപ്പിക്കലാണ്. എന്നാൽ അതേ സമയത്ത് നിങ്ങളൊരു ഡ്യൂട്ടിയിലാണ്. പക്ഷെ മീറ്റിംഗ് മിസ്സാവരുതെന്ന് ആഗ്രഹമുണ്ട്. അപ്പൊ അങ്ങനെയുള്ള ഒരാളെ ദൈവം അറിയുന്നു. വേറൊരാൾ ട്രാവൽ ചെയ്യുകയാണ്. അപ്പൊ അങ്ങനെയൊക്കെ ഉള്ളവരെ നമുക്ക് അത് അംഗീകരിക്കാം. അല്ല, കഴിയുമെങ്കിൽ ലൈവ് മീറ്റിംഗ് ഒരു ചർച്ചിൽ ഇരുന്ന് കൂടുന്നത് പോലെ പ്രാർത്ഥിച്ചും സ്തോത്രം ചെയ്തും ഒക്കെ പങ്കെടുക്കണം. പിന്നെ സൂം മീറ്റിംഗ് തുടങ്ങിയിട്ട് ഇപ്പോൾ ഒരു കൊല്ലമായല്ലോ. സൂമില് ഞാൻ ആവേശോജ്വലമായ പ്രസംഗത്തെക്കാൾ സ്റ്റഡി മെത്തേഡാണ് പ്രിഫർ ചെയ്യുന്നത്. അതിന് അതും ഇതൊക്കെ തന്നെ കാരണം ആളുകളുടെ ഇമോഷനും എക്സ്പ്രഷനും ഒന്നും വേണ്ടവണ്ണം നമുക്ക് സൂമിലൂടെ ലഭിക്കത്തില്ലല്ലോ. അപ്പൊ അതുകൊണ്ട് ഇത് നിങ്ങൾക്ക് റെക്കോർഡ് ചെയ്യാം, നാളെയും പഠിക്കാമല്ലോ. ഓക്കെ, പ്രാർത്ഥിക്കാം. പിതാവേ, ദൈവത്തോട് അടുത്തു ചെല്ലുന്നത് എങ്ങനെ എന്നതിനെ കുറിച്ച് ഞങ്ങൾക്ക് ഇനിയും മനസ്സിലാക്കി തരണമേ. അത് ഞങ്ങളുടെ ആഗ്രഹമാണ്, അത് ഞങ്ങളുടെ സ്വപ്നമാണ്. ഞങ്ങൾ ഏതായാലും ഈ വേഷം കെട്ടി ഞങ്ങൾ ഈ മാർഗത്തിൽ വന്നു. മറ്റുള്ളവർ വിചാരിച്ചിരിക്കുന്നു ഞങ്ങൾ ദൈവത്തോട് അടുപ്പമുള്ളവരാണ്. എന്നാൽ ഞങ്ങൾക്ക് എത്രത്തോളം അടുപ്പമുണ്ട് എന്ന് പരിശോധിക്കാൻ ഞങ്ങളെ സഹായിക്കണം. യേശുവിന്റെ നാമത്തിൽ ആമേൻ. കർത്താവിന്റെ ശിഷ്യന്മാരുടെ കൂട്ടത്തിൽ കർത്താവിനോട് അടുപ്പമുള്ളത് ആർക്കായിരുന്നു എന്ന് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? നിങ്ങൾ ഉത്തരം പറയണ്ട, പറഞ്ഞാൽ എനിക്ക് കിട്ടത്തില്ല. കർത്താവിന്റെ ശിഷ്യന്മാരുടെ കൂട്ടത്തിൽ
കർത്താവിനോട് അടുപ്പമുണ്ടെന്ന് പൊതുവെ പേര് വീണത് യോഹന്നാനാണ്. കർത്താവിന് എല്ലാവരോടും ഒരേ അടുപ്പം. കർത്താവിന് യൂദയോടും അതേ അടുപ്പമായിരുന്നു. കാരണം യൂദയുടെയും കൂടെ കാല് കഴുകിയല്ലോ. പക്ഷേ യോഹന്നാൻ ഒരു ഗുണമുണ്ട്. ഗുണമല്ല, മറ്റുള്ളവർക്ക് അസൂയ തോന്നുന്ന ഒരു സ്വഭാവമാണ്. എപ്പോ പോയി ഇരുന്നാലും കർത്താവിന്റെ വലത്തുവശത്ത് പോയിരിക്കും. ചില സമയത്ത് കർത്താവിന്റെ മേത്തോട്ട് ചാരിയിരിക്കും. ഒന്നാമത്തെ കാര്യം, ഇച്ചിരി ഉള്ളത് ഈ പ്രായം കുറവ് പുള്ളിക്കായിരുന്നു. ഈ ശിഷ്യന്മാരുടെ കൂട്ടത്തിലെ ഒരു കുഞ്ഞാവയായിരുന്നു. അപ്പൊ കർത്താവിന്റെ മാറിലോട്ടൊക്കെ ചാരി അങ്ങ് ഇരിക്കും. ഈ മറ്റ് ശിഷ്യന്മാർ എന്തെങ്കിലും രഹസ്യം ചോദിക്കാൻ നേരത്തെ ഈ പുള്ളിയോടാ പറയുന്നത്, ചോദിച്ചു നോക്കടാ. ആ ഇന്റിമസി കൊണ്ടല്ലേ അത് വന്നത്. ഇതുപോലെ നമുക്ക് ആയിക്കൂടെ എന്നാ എന്റെ ചോദ്യം. ഇനി യോഹന്നാനെ കുറിച്ച് പറയുന്ന പ്രയോഗങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? കാണിക്കാം. യോഹന്നാന്റെ സുവിശേഷം 21:7 വായിച്ചേ. യേശു സ്നേഹിച്ച ശിഷ്യൻ പത്രോസിനോട്, അത് കർത്താവാകുന്നു എന്ന് പറഞ്ഞു. മതി. ആരോട് പറഞ്ഞു? യോഹന്നാൻ പത്രോസിനോട് പറഞ്ഞു. അപ്പൊ അത് എഴുതേണ്ടത് എങ്ങനെയാ? ഞാൻ പത്രോസിനോട് പറഞ്ഞു. അതിനു പകരം പുള്ളി എന്നാ എഴുതിയേ? യേശു സ്നേഹിച്ച ശിഷ്യൻ. സ്വയം പറയുക. ഇനി 21:20 വായിച്ചാണ്. യേശു സ്നേഹിച്ച ശിഷ്യൻ പിൻചെല്ലുന്നത് കണ്ട് അത്താഴത്തിൽ അവന്റെ നെഞ്ചോട് ചാഞ്ഞുകൊണ്ട്, കർത്താവെ, നിന്നെ കാണിച്ചു കൊടുക്കുന്നവൻ ആർ എന്ന് ചോദിച്ചത് ഇവൻ തന്നെ. അപ്പോ ഈ പുള്ളിക്കാരനെ വീണ്ടും പറയുകയാണ്, യേശു സ്നേഹിച്ച്. യോഹന്നാനാണ് ഇത് എഴുതുന്നത്. ഞാനെന്ന ഒറ്റ വാക്ക് 2 അക്ഷരം എഴുതേണ്ടതിന് പകരം ഇത്ര നീട്ടുന്നത്. യേശു സ്നേഹിച്ച ശിഷ്യൻ, നെഞ്ചോട് ചാരിയ ശിഷ്യൻ. അപ്പോ ഇവിടെ ബൈബിൾ ക്ലാസ് എടുക്കാൻ വന്ന ഒരു ദൈവദാസൻ യോഹന്നാന്റെ ക്വാളിറ്റീസ് പറഞ്ഞ കൂട്ടത്തിൽ, യോഹന്നാന്റെ 10 ഗുണങ്ങൾ പറഞ്ഞ കൂട്ടത്തിൽ ഒരു ഗുണമായിട്ട് പറഞ്ഞത് യേശു സ്നേഹിച്ച ശിഷ്യൻ എന്ന ആ പേര് എംഫസൈസ് ചെയ്തു പറഞ്ഞു. എല്ലാം കഴിഞ്ഞ് രാത്രിയിൽ ഞങ്ങൾ ഭക്ഷണം കഴിക്കുമ്പോൾ ഞാൻ ചോദിച്ചു, അത് ശരിയാണോ? അദ്ദേഹം പറഞ്ഞു, അങ്ങനെയല്ലേ ബൈബിളിൽ എഴുതിയിരിക്കുന്നത്. ബൈബിളിൽ എഴുതിയിട്ടുണ്ട്. പക്ഷെ എന്റെ ചോദ്യം, യോഹന്നാന്റെ സുവിശേഷത്തിൽ അല്ലാതെ വേറെ എവിടെയും എഴുതിയിട്ടുണ്ടോ? ഇല്ല. അപ്പം യോഹന്നാനാ പറഞ്ഞത് യേശു സ്നേഹിച്ച ശിഷ്യനാ ഞാനെന്ന്. ഞാൻ സമ്മതിക്കുകയല്ല. ഞാൻ പറയുന്നത് ഞാനാണ് യേശു സ്നേഹിച്ച ശിഷ്യൻ. അപ്പോഴോ തീർന്നില്ലേ? അപ്പോ എല്ലാവർക്കും പറയാം. കർത്താവ് പറയാ ഞാൻ ഇവനെയാ കൂടുതൽ സ്നേഹിച്ചെന്ന് പറഞ്ഞാൽ ഞാൻ സമ്മതിക്കാം. കർത്താവ് പറയല. കർത്താവ് പറയലെന്നുള്ളൊരു തെളിവ് നിങ്ങൾ നന്നായിട്ട് ശ്രദ്ധിക്കുന്നുണ്ടല്ലോ അല്ലേ? യോഹന്നാന്റെ സുവിശേഷം 11-ാം അധ്യായത്തിൽ 5-ാം വാക്യം വായിച്ചു.
യേശു മാർത്തയെയും അവളുടെ സഹോദരിയെയും ലാസറിനെയും സ്നേഹിച്ചു. ആരെയെ കൂടുതൽ സ്നേഹിച്ചത്? ആരെയെ കൂടുതൽ സ്നേഹിച്ചതെന്ന് ചോദിച്ചാൽ ലൂക്കോസ് 10-ാം അധ്യായം 41-42 വായിച്ചാണ്. കർത്താവ് അവളോട്, മാർത്തയെ മാർത്തയെ, നീ പലതിനെ ചൊല്ലി വിചാരപ്പെട്ടും മനം കലങ്ങിയുമിരിക്കുന്നു. എന്നാൽ അല്പമേ വേണ്ടൂ, അല്ല ഒന്നു മതി. മറിയ നല്ല അംശം തിരഞ്ഞെടുത്തിരിക്കുന്നു, അതാരും അവളോട് അപഹരിക്കുകയുമില്ല. ഈ ഒരു സംഭവം വെച്ചോണ്ട് വേണമെങ്കിൽ മറിയയ്ക്ക് പറയാ എന്നെ ആദ്യം സ്നേഹിച്ചത്, അല്ലേ? കാരണം മാർത്തയും മറിയയും കൂടി ഒരു ചെറിയ വിഷയം ഉണ്ടായപ്പോ മാർത്ത കംപ്ലൈന്റ് പറഞ്ഞുകൊണ്ട് ചെന്നപ്പോ യേശു കർത്താവ് മറിയയ്ക്ക് സപ്പോർട്ടായിട്ട് സംസാരിച്ചു. ഇത് വെച്ചോണ്ട് മറിയയ്ക്ക് വേണേ പറയാം എന്നോടാ സ്നേഹിച്ചത്. നിങ്ങൾ എന്ത് വേണേ പറഞ്ഞു, പക്ഷെ യേശു പറയുന്നത് എന്നാ നോക്കി. യോഹന്നാൻ 11:5 യേശു മാർത്തയെയും മറിയയെയും ലാസറിനെയും സ്നേഹിച്ചു. ഇനി ലാസറിന്റെ പ്രത്യേകത എന്നാണെന്നറിയോ? ലാസർ ഒറ്റ മീറ്റിങ്ങിനും വരികയല്ല. ഇന്നത്തെ ഭാഷ പറഞ്ഞാൽ വന്നാലും വീഡിയോ ഓൺ ചെയ്യല. അതെങ്ങനെയാ പാസ് അറിഞ്ഞെന്നല്ലേ ചോദ്യം. നമ്മളിപ്പോ വായിച്ചില്ലേ, മാർത്തയും മറിയയും കംപ്ലൈന്റ് പറഞ്ഞില്ലേ? ആ സമയത്ത് ലാസർ അവിടെ ഇല്ലല്ലോ. ഇല്ല, ഉണ്ടെങ്കിൽ ഇത്ര വിഷയം ഇവിടെ ഉണ്ടാകത്തില്ല. ഇവൾ എന്നെ ഇവിടെ തന്നെ ഇട്ട് ഇച്ചിരി പോയി എന്നൊക്കെ പറഞ്ഞപ്പോ ആ സഹോദരൻ അവിടെ ഉണ്ടായിരുന്നെങ്കിൽ ഈ വിഷയം വരുമോ? അപ്പനും ഇല്ല അമ്മയും ഇല്ല. അത് എന്താ പറ്റിയെന്ന് അറിയാമേ. അപ്പൊ ലാസർ എവിടെ പോയി? ലാസർ ക്രിക്കറ്റ് കളി കാണാൻ പോയി കാണും. അന്ന് ക്രിക്കറ്റ് ഇല്ലെന്നല്ലേ? എന്തേലുമൊക്കെ കളി കാണുമല്ലോ. എന്റർടൈൻമെന്റ് എന്നേ ഞാൻ ഉദ്ദേശിച്ചുള്ളൂ. എന്റർടൈൻമെന്റിനേക്കാൾ വലുതായിരിക്കണം ആത്മീയത. നോട്ട് ചെയ്തോണേ. എന്റർടൈൻമെന്റിനേക്കാൾ ഇമ്പോർട്ടന്റ് ആയിരിക്കണം സ്പിരിച്വാലിറ്റി. ഇതൊരു ടൈം പാസ് അല്ല, ഇതൊരു എന്റർടൈൻമെന്റ് അല്ല. ഇത് മസ്റ്റ് ആണ്, ഇത് നെസസറി ആണ്, ഇത് ഇമ്പോർട്ടന്റ് ആണ്. Martha, Martha, you are anxious about many things, but only one thing is necessary. എന്നാണ് യേശു പറഞ്ഞത്. Only one thing is necessary. അതെന്തുവാ? കർത്താവിന്റെ അടുക്കൽ ഇരിക്കുന്നു. അപ്പോ ലാസർ സമയമുണ്ടേ വരും. പക്ഷെ നല്ല പയ്യനാ. യേശു വീട്ടിൽ വരുന്നതിന് കുഴപ്പമില്ല, യേശുവിന് ഭക്ഷണം കൊടുക്കുന്നതിനും കുഴപ്പമില്ല. പുള്ളി അതിനുള്ള സാധനമൊക്കെ നേരത്തെ മേടിച്ചു കൊടുത്തു കാണും. പക്ഷെ പുള്ളിക്ക് വലിയ താല്പര്യമില്ല. ഒന്ന് ചിന്തിച്ചു നോക്കി. ഇപ്പൊ ഞാൻ നിങ്ങളുടെ വീട്ടിൽ വരികയാണെങ്കിൽ നിങ്ങള് 1-2 പേര് വീട്ടിൽ നിന്ന് സ്റ്റാൻഡ് വിടുമോ? ഗുണപ്പെടാത്തവരുണ്ട് സ്റ്റാൻഡ് വിടും. അത് ഞാൻ കണ്ടിട്ടുണ്ട്. കുഴപ്പന്മാര്, പിന്മാറ്റക്കാര് ഒക്കെ പാസ് വരുന്നുണ്ടെന്ന് കാണുമ്പോൾ പതുക്കെ പുറകിലത്തെ ഡോറിൽ കൂടെ സ്ഥലം വിടും. യേശു കർത്താവ് എന്ന് പറഞ്ഞാൽ അതിൽ കൂടി ഒരാളുണ്ട്. യേശു കർത്താവ് വീട്ടിൽ വന്നപ്പോ ലാസർ എവിടെ പോയി? എന്തെത്ര തിരക്കറ്റ. പുള്ളി എന്നെ IAS കോച്ചിങ്ങിന് പോയിരിക്കുകയായിരുന്നു. അല്ല, ഉഴപ്പെന്നുള്ള 2 വാക്കേ ഉള്ളതിന്. ഉഴപ്പ്. ഈ ഉഴപ്പ് മാറിയത് എപ്പോഴാണെന്നറിയോ? മരിച്ചു ഉയർത്തപ്പോഴാണ്.
അതുകൊണ്ട് ആ പനിയാന്ന് പറഞ്ഞപ്പോ ഓടി അങ്ങ് ചെല്ലാഞ്ഞ്. കാരണം ഈ പനി മാറിയാലും മാറുന്ന കേസല്ല ഇവന്റെ കേസ്. ഓടിച്ചെന്ന് പ്രാർത്ഥിച്ച് പനി അങ്ങ് മാറിയാണല്ലോ, പിന്നെ ഇത് തന്നെ എഗെയിൻ ശങ്കർ ഓൺ ദ കോക്കനട്ട്. അതുകൊണ്ട് കർത്താവ് ഇച്ചിരി ടൈം അങ്ങ് ഇട്ടതാ. ഇവനൊരു പാഠം പഠിക്കണം തന്നെ തീരുമാനിച്ചു. എന്നാലും കർത്താവിന് ലാസറിനെ സ്നേഹമാണെന്നുള്ളത് ഞാൻ പറഞ്ഞു വരുന്ന വിഷയം. ജീസസ് ലവ്സ് ഹിം. 3 പേരെ ഒരുപോലെ സ്നേഹിച്ചു. പക്ഷേ ഇനിയാണ് വിഷയം. യോഹന്നാൻ പറയുകയാണ്, എന്നെയാണ് അധികം സ്നേഹിച്ചത്. നിങ്ങൾക്ക് പറയാൻ ധൈര്യമുണ്ട്, പറഞ്ഞു, എനിക്ക് വിരോധമില്ല. ഇനി എന്റെ വ്യാഖ്യാനം പറയാം. ലോകത്തിലുള്ള എല്ലാവരും ഇങ്ങനെ പറയണമെന്നാണ് കർത്താവ് ആഗ്രഹിക്കുന്നത്. എന്റെ പിള്ളേര് 3 കൂടെ കൂടിയിരുന്ന് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വഴക്കുണ്ടാക്കും, പപ്പയ്ക്ക് ആരോടാ കൂടുതൽ സ്നേഹം. ഇപ്പൊ അതിനൊന്നും നേരമില്ല. ഇപ്പൊ അവര് കല്യാണമൊക്കെ കഴിച്ച് അവരങ്ങോട്ടും ഇങ്ങോട്ട് സ്നേഹിച്ചോണ്ടിരിക്കുക. കൊച്ചായിരുന്നപ്പോ ഇങ്ങനെ മാറിയിരുന്ന വഴക്കുണ്ടാക്കും, പപ്പയ്ക്ക് ആരോടാണ് കൂടുതൽ സ്നേഹം. അപ്പൊ മൂത്തയാള് പറയും, ഞാനാണ് ആദ്യം ഉണ്ടായത്, എന്നോടാണ് ഭയങ്കര സ്നേഹം എന്നെല്ലാം പറഞ്ഞിങ്ങനെ അതങ്ങ് അടിച്ചേൽപ്പിക്കും. മൂത്തവർക്ക് അങ്ങനെ ഒരു പണിയുണ്ടല്ലോ. അങ്ങനെ അടിച്ചേൽപ്പിച്ച് അങ്ങനെ നിൽക്കുമ്പം ഇളയാള് കിടന്ന് ഭയങ്കര ബഹളം ഉണ്ടാക്കും. ഞാനാണ് ഇളയതാണ്, എന്നെയാണ് സ്നേഹം, പപ്പ എന്നെ എപ്പോഴും എടുക്കും, അതാണ് ഇതാണെന്നൊക്കെ പറയും. നടുക്കത്തെ പുള്ളി കുറച്ചുകൂടെ ബുദ്ധിമതിയാണ്, മിണ്ടാതിരിക്കും. എല്ലാം കഴിഞ്ഞേച്ച് പറയാം, ഞാനൊരു സത്യം പറയട്ടെ, പപ്പയ്ക്ക് മമ്മിയോടാണ് കൂടുതൽ ഇഷ്ടം. ഇതിവര് പറയുന്നത് ഞാൻ ജനലിൽ കൂടെ നോക്കി കേട്ടു. സ്തോത്രം. അപ്പൊ ഇതൊക്കെ നമുക്ക് ഇഷ്ടമാണ്. ഏതാ, പപ്പയ്ക്ക് എന്നോടാണ് കൂടുതൽ സ്നേഹമെന്നും പറഞ്ഞ് ഇവര് വഴക്ക് കൂടുന്നത് എനിക്ക് ഇഷ്ടമാണ്, കേൾക്കാൻ ഇഷ്ടാ. സ്വർഗത്തിലെ ദൈവത്തിന് ഇഷ്ടാ. നിങ്ങൾ എല്ലാരും പറയണം, കർത്താവിന് എന്നോടാ കൂടുതൽ ഇഷ്ടം, കർത്താവിന് എന്നോട് ഭയങ്കര ഇഷ്ടാ എന്ന് പറയാനുള്ള ധൈര്യം ഉണ്ടോന്നാ ചോദ്യം. അപ്പൊ യോഹന്നാൻ അങ്ങനെ പറയാൻ കാര്യം എന്നാ? അവിടെയാണ് പോയിന്റ്. യോഹന്നാൻ അതുപോലെ കർത്താവിനെ സേവിച്ചു. ഹല്ലേലൂയ. യോഹന്നാൻ അതുപോലെ കർത്താവിനെ സേവിച്ചു. നിങ്ങളുടെ മധ്യേ ശുശ്രൂഷിക്കുന്ന ഈ ദൈവദാസന്റെ അമ്മയുടെ സഹോദരങ്ങൾ എന്റെ വളരെ ക്ലോസ് ഫ്രണ്ട്സ് ആണ്. അങ്ങനെ എല്ലാരും ക്ലോസ് ഫ്രണ്ട്സ് ഒന്നുമല്ല, ചുരുക്കം ചിലരൊക്കെ ഉള്ളു. അങ്ങനെ ചുരുക്കം ചിലരൊക്കെ ഉള്ളു. അപ്പോ യോഹന്നാൻ യേശുവിനെ സ്നേഹിച്ചു. ഭയങ്കര സ്നേഹമായിരുന്നു. അത് കാരണം യോഹന്നാൻ എഴുതുന്നിടത്തൊക്കെ പറയാ, യേശു സ്നേഹിച്ച ശിഷ്യൻ. അപ്പോൾ കർത്താവിനോട് കൂടുതൽ അടുപ്പം ഉണ്ടാക്കുക, ഇതാണ് ഈ 2 ദിവസങ്ങളിലെ ചിന്തയിലൂടെ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. ഓക്കെ, യോഹന്നാനെ കർത്താവിനോട് ഭയങ്കര സ്നേഹമായിരുന്നു. യോഹന്നാൻ കർത്താവിനോട് വളരെ അടുപ്പമുള്ള ആളായിരുന്നു. കർത്താവിനോട് നാം കൂടുതൽ അടുപ്പമുള്ളവരായാൽ ആ അടുപ്പം കൂടിക്കൂടി വന്നാൽ എന്ത് സാധിക്കും? സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ജ്ഞാനപ്പെട്ടു, സഭയെ വന്നു,
മെമ്പറാണ്, പാട്ട് പാടുന്നുണ്ട്, ഇതൊന്നും അല്ല എൻ്റെ ചോദ്യം. നിങ്ങൾക്ക് യേശുവുമായിട്ടുള്ള ആ അടുപ്പാണ് ഞാൻ ചോദിക്കുന്നത്, ഇൻറ്റിമസി. ഹൗ ഈസ് യുവർ റിലേഷൻഷിപ്പ് വിത്ത് ജീസസ്? നിങ്ങൾക്ക് കർത്താവുമായിട്ടുള്ള അടുപ്പം എങ്ങനെയുണ്ട്? ഹല്ലേലൂയ. എങ്ങനെയുണ്ട്? ഞാൻ 1-2 പേരെ കാണിക്കട്ടെ. ഇപ്പൊ നമ്മൾ പത്രോസിന്റെ യോഹന്നാന്റെ ഒക്കെ കാര്യം പറഞ്ഞല്ലോ. 1 രാജാക്കന്മാർ 17-ാം അധ്യായം 1-ാമത്തെ വാക്യം ഒന്ന് വായിച്ച്. എന്നാൽ ഗിലെയാദിലെ തിശ്ബയിൽ നിന്നുള്ള തിശ്ബിനായ ഏലിയാവ് ആഹാബിനോട്, ഞാൻ സേവിച്ചു നിൽക്കുന്ന ഇസ്രായേലിന്റെ ദൈവമായ യഹോവയാണ്, ഞാൻ പറഞ്ഞല്ലാതെ ഈ ആണ്ടുകളിൽ മഞ്ഞും മഴയും ഉണ്ടാകുകയില്ല എന്ന് പറഞ്ഞു. ഇങ്ങനെ പറയാൻ ആർക്ക് പറ്റും? ഇങ്ങനെ പറഞ്ഞ വേറെ ആരെങ്കിലും ഉണ്ടോ? ആരോടാ പറഞ്ഞേ? രാജാവിനോട്. എന്തോ പറഞ്ഞേ? നാളെ 12 മണിക്കൂർ കറണ്ട് ഉണ്ടാകത്തില്ല, അതല്ല പറഞ്ഞേ. അതൊക്കെ ഇവിടെ മന്ത്രിമാരൊക്കെ പറയാറുണ്ട്, ഇവിടെ ഇലക്ട്രിസിറ്റി ബോർഡിൽ നിന്ന് പറയാറുണ്ട്. നാളെ എറണാകുളത്ത് മുനിസിപ്പാലിറ്റിയില്, കോർപ്പറേഷനില് വാട്ടർ സപ്ലൈ ഉണ്ടായിരിക്കുന്നതല്ല, അതൊക്കെ പറയാൻ പറ്റും. ഏലിയാവ് പറഞ്ഞ അതൊന്നുമല്ല. ഇന്ന് തൊട്ട് ഞാൻ പറയുന്നവരെ ഇവിടെ മഴ പെയ്യത്തില്ല. എങ്ങനെയാ പുള്ളിക്ക് ധൈര്യം കിട്ടിയെന്നറിയാവോ? നിങ്ങൾക്ക് അറിയാം എങ്കിൽ ഞാനൊന്ന് കാണിക്കാം. നമ്മൾ ഇന്നലെ വായിച്ചത് യാക്കോബിന്റെ ലേഖനത്തിൽ നിന്നല്ലേ? അവിടേക്ക് വരിക. 5-ാം അധ്യായം 17-ാം വാക്യം. ഏലിയാവ് നമുക്ക് സമസ്വഭാവമുള്ള മനുഷ്യൻ ആയിരുന്നു. മഴ പെയ്യാതിരിക്കേണ്ടതിന് അവൻ പ്രാർത്ഥനയിൽ അപേക്ഷിച്ചു. 3 സംവത്സരവും 6 മാസവും ദേശത്ത് മഴ പെയ്തില്ല. അപ്പോ ഇവൻ രാജസന്നിധിയിൽ ചെന്ന് മഴ പെയ്യല്ലെന്ന് പറയാനുള്ള കാരണം എന്നാണെന്ന് മനസ്സിലായില്ലേ? കുറേ ദിവസം പ്രാർത്ഥിച്ചു. എത്ര ദിവസം പ്രാർത്ഥിച്ചെന്നറിയാവോ? 6 മാസം പ്രാർത്ഥിച്ചു. കണക്കുകൾ വായിച്ച് ധ്യാനിക്കുമ്പോൾ മനസ്സിലാവും. 6 മാസം പ്രാർത്ഥിച്ചപ്പോൾ ദൈവം ഒരു ബോധ്യം കൊടുത്തു. ബോധ്യം. നീ പോയി പറഞ്ഞു. അപ്പൊ എന്താ പ്രാർത്ഥിച്ചത്? എന്തുവാ പറയാം. ഇന്നത്തെ പോലെ വിവിധ സാമ്പത്തിക സോഴ്സ് അന്നില്ല. ഒറ്റ സോഴ്സേ ഉള്ളൂ, കൃഷി. കൃഷി മാത്രമാണ് ഇൻകം. പെട്രോൾ ഇല്ല, കമ്പ്യൂട്ടർ ഇല്ല, ഒന്നുമില്ല. കൃഷി മാത്രം. പിന്നെ മത്സ്യബന്ധനം, വേട്ടയാടൽ, ഇതൊക്കെ ഉള്ളൂ. അപ്പം ഇസ്രായേൽ മക്കൾ അങ്ങ് പിന്മാറിപ്പോയി, ദൈവത്തെ വിട്ട് തോന്നിയാസം നടക്കുക. ആരും പ്രാർത്ഥനയ്ക്കും വരികയില്ല, ഒന്നുമില്ല. തോന്നിയാസം നടക്കുക. അപ്പോ ഏലിയാവ് പോയിട്ട് ഉപവാസത്തിലിറങ്ങിയിരുന്നു. കർത്താവേ, ഇവരെ ഒരു പാഠം പഠിപ്പിക്കണമെങ്കിൽ ഇവരുടെ കൃഷി നശിക്കണം, ഇവരുടെ ഇൻകം ഒന്ന് ബ്ലോക്ക് ആവണം, എന്നാലേ ഇവർ ദൈവത്തിലേക്ക് തിരിയെത്തും. അപ്പൊ ആവർത്തന പുസ്തകത്തിൽ കിടപ്പുണ്ട്, ജനം പാപം ചെയ്താൽ ദൈവം മഴ അടച്ചു കളയും. അപ്പൊ ആ ഒരു പോയിന്റ് വെച്ചുകൊണ്ട് പ്രാർത്ഥിച്ചു. കർത്താവ്, നീ അങ്ങനെ പറഞ്ഞിട്ടുണ്ടല്ലോ. കുറെ ദിവസം പ്രാർത്ഥിച്ചപ്പോൾ അകത്ത് ആത്മാവ് പറഞ്ഞു,
നീ ധൈര്യമായിട്ട് പ്രഖ്യാപിച്ചോളാം. അപ്പൊ ആ ദൈവത്തോട് അടുപ്പമുണ്ടെങ്കിലേ ഇങ്ങനെ പറയാൻ പറ്റൂ. അപ്പോൾ ഒന്നാമത്തെ മെസ്സേജ് കേട്ടുകൊള്ളുക. ദൈവത്തോട് അടുപ്പമുള്ളവന് പ്രകൃതിയുടെ മേൽ അധികാരം വരെ ഉണ്ടാവും. പ്രകൃതിയുടെ മേൽ അധികാരമുണ്ടായ ഒരാളാണ് ഏലിയാവ്. വേറൊരാളെ ഓർമ്മ വരുന്നുണ്ടോ? യോശുവ. യോശുവ യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ സന്ധ്യയായി. ഈ യുദ്ധം ഇടയ്ക്ക് വെച്ച് മുറിഞ്ഞു പോയാൽ വിജയം പോകും. പിന്നെ നാളെ ഒന്നേന്ന് തുടങ്ങണം. അതുകൊണ്ട് ഒരു ഓർഡർ അവിടെ നിന്നുകൊണ്ടിട്ടു. സൂര്യ, യു സ്റ്റോപ്പ് ദെയർ. അവിടെ നിന്നു. സൂര്യൻ അസ്തമിച്ചില്ല. ദൈവത്തോട് അടുപ്പമുണ്ടല്ലേ ഇതൊക്കെ പറ്റൂ. ഇനി പറ, നമുക്ക് എന്തോരം അടുപ്പമുണ്ട്? നമുക്കൊരു കൊച്ചു കാര്യം പോലും പ്രാർത്ഥിച്ച് ഒരു കോൺഫിഡൻസ് എടുക്കാൻ പറ്റുന്നില്ലല്ലോ. പ്രൈസ് ദി ലോർഡ്. നിങ്ങൾക്ക് ദൈവത്തോട് അടുപ്പമുള്ള ആളാണെന്ന് നിങ്ങളുടെ കമ്പനിയിൽ ജോലി ചെയ്യുന്ന ആളുകൾക്ക് തോന്നുമോ? നിങ്ങളെ കണ്ടാൽ നിങ്ങളുമായിട്ട് ഇടപെടുന്ന ആളുകൾക്ക് തോന്നുമോ? പ്രൈസ് ദി ലോർഡ്. ദൈവത്തോട് അടുപ്പമുണ്ടാകുക. പ്രൈസ് ദി ലോർഡ്. വീണ്ടും ഏലിയാവ് പ്രാർത്ഥിച്ചു. യാക്കോബ് 5:18. പ്പോൾ ആകാശത്ത് നിന്ന് മഴ പെയ്തു, ഭൂമിയിൽ ധാന്യം വിളഞ്ഞു. 3.5 വർഷം കഴിഞ്ഞപ്പോൾ ഏലിയാവ് ചെന്ന് ആഹാബിനോട് പറഞ്ഞു, മഴ വരുന്നു, മഴ വരുന്നു, പൊക്കോ. അതെങ്ങനെയാ പറഞ്ഞത്? പ്രാർത്ഥിച്ചാ പറഞ്ഞത്. ദൈവത്തോട് അടുപ്പമുള്ളവനെ പറയാൻ പറ്റൂ. അപ്പൊ ദൈവത്തോടുള്ള അടുപ്പത്തിന്റെ താക്കോൽ എന്ന് പറയുന്നത് പേഴ്സണൽ പ്രയറാണ്. ഏലിയാവിന്റെ പ്രയർ അത്ഭുതകരമാണ്. നമുക്കതൊക്കെ ഒന്ന് നോക്കാം. നമുക്ക് സാധിക്കുന്നില്ലെങ്കിലും പതിനെട്ടിന്റെ 1 രാജാക്കന്മാർ 18:42. ആഹാബ് ഭക്ഷിച്ച് പാനം ചെയ്യേണ്ടതിന് മല കയറിപ്പോയി. ഏലിയാവോ കർമ്മേൽ പർവ്വതത്തിന്റെ മുകളിൽ കയറി നിലത്ത് കുനിഞ്ഞ് മുഖം തൻ്റെ മുഴങ്കാലുകളുടെ നടുവിൽ വെച്ച് തൻ്റെ ബാല്യക്കാരനോട്, നീ ചെന്ന് കടലിന് നേരെ നോക്കുക എന്ന് പറഞ്ഞു. അങ്ങനെ നിൽക്കാൻ പറ്റുമോ? എന്തൊരു നിപ്പാണ് നിന്നത്. നിലത്ത് കുനിഞ്ഞ്, നിലത്തിരുന്നല്ല, നിലത്ത് കുനിഞ്ഞ്. മുഖം കാൽമുട്ടുകളുടെ ഇടയിലാക്കി. യോഗ പഠിച്ചിട്ടുള്ളവർക്ക് അങ്ങനെ നിൽക്കാൻ പറ്റുമോ? പോലെ വളഞ്ഞു. അപ്പൊ പുള്ളി ഭയങ്കര പ്രയർ എക്സർസൈസ് ഉള്ള ആളാ. നമുക്കിപ്പോ ദൈവം അങ്ങ് അനുഗ്രഹിച്ച് നല്ല സൗകര്യം ആയതുകൊണ്ട് സെറ്റിയിൽ ഇരുന്നോണ്ടാ പ്രാർത്ഥന.
ഞാൻ പല രാജ്യങ്ങളിൽ പോയിട്ടുണ്ട്. ചില സെറ്റിയിൽ ഇരുന്നാൽ പിന്നെ എഴുന്നേക്കണമെങ്കിൽ ആരെയും കയ്യിലൊന്ന് പിടിച്ച് പൊക്കണം, അതുപോലെ താന്നു പോകും. ദൈവം അനുഗ്രഹിച്ച് കിട്ടിയതാ ഇതൊക്കെ. അതിലിരുന്ന് പ്രാർത്ഥിക്കാനുള്ള ആദ്യത്തെ 2 ലൈൻ പാട്ട് കഴിയുമ്പോൾ തന്നെ ഉറങ്ങിപ്പോകും. അങ്ങനെ പ്രാർത്ഥന തീരാറാകുമ്പോൾ മിക്കവാറും പേര് കൂർക്കം വലിക്കുന്ന കേൾക്കാം. അതാ സെറ്റിയുടെ സുഖമാണ്. ഡാളസിൽ ഒരു പാസ്റ്ററുണ്ട്. അദ്ദേഹം പറഞ്ഞ ഒരു സ്റ്റോറി പറയാം, നടന്ന കാര്യം. പുള്ളി ഒരു വീട്ടിൽ ചെന്നു, ഇങ്ങനെ യോഗങ്ങൾക്കൊക്കെ പോയി ഒരു വീട്ടിൽ റെസ്റ്റ് ചെയ്യാം. അപ്പോ കുടുംബ പ്രാർത്ഥനയ്ക്ക് ഇരുന്നു. ഈ പറഞ്ഞ പോലെ എല്ലാവരും സെറ്റിയിലായിരിക്കുന്നു. ഇപ്പൊ നമ്മൾ ഗസ്റ്റായിട്ട് വന്ന ഒരാളെ ഓടിച്ചെന്ന് സെറ്റിയെന്ന് എല്ലാവരും കൂടി ഇറങ്ങാൻ പറഞ്ഞാൽ പറ്റുമോ? മോശമല്ലേ? അപ്പൊ ദൈവം തന്ന സെറ്റിയല്ലേ, എല്ലാവരും കൂടി ഇരുന്നോണ്ട് ഇത്രത്തോളം എന്നെ കൊണ്ടുവന്ന് എന്ന് പറഞ്ഞാൽ ഈ സെറ്റിയുടെയൊക്കെ കാര്യങ്ങളായി പറയുന്നത്. കൊണ്ടുവന്നിടുവാൻ ഞാനും എൻ കുടുംബവും എന്തുള്ളൂ, ഇത്രയും നല്ല സെറ്റിയിൽ ഇരിക്കാൻ പറ്റുമോ? കോലഞ്ചേരിയിലോ കോതമംഗലത്തോ ഒക്കെ ഇരുന്ന പറ്റുകയില്ല. അപ്പൊ അതൊക്കെ ഇങ്ങനെ പാടി സ്തുതിച്ച് പ്രാർത്ഥന തുടങ്ങി. എല്ലാരും കണ്ണടച്ച് പ്രാർത്ഥന തുടങ്ങി. നമ്മുടെ ഈ ഗസ്റ്റ് പാസ്റ്റർ ഇവരെല്ലാം കണ്ണടച്ച നേരത്ത് മാറ്റുണ്ടല്ലോ താഴെ, സെറ്റിന്ന് താഴെ ഇറങ്ങി മുട്ടുകുത്തി കൈയും നിലത്ത് കുത്തി ഇങ്ങനെ നിൽക്കുക. ഇവര് പ്രാർത്ഥിക്കുകയാണല്ലോ. ഒടുവിലാ പുള്ളി പ്രാർത്ഥിക്കുന്നത്. അപ്പൊ പുള്ളിക്കാരൻ ഇങ്ങനെ മുട്ടും കുത്തി കൈയും കുത്തി നിൽക്കുന്ന കണ്ടപ്പോ അവിടുത്തെ ഒരു കൊച്ചുണ്ട്, 2.5 വയസ്സുള്ളത്. അത് ചാടി ഉപദേശിയുടെ പുറത്ത് കയറി. ഉപദേശി അനങ്ങാൻ പോയില്ല, കാരണം മറ്റൊരു പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയല്ലേ. എല്ലാരും പ്രാർത്ഥിച്ചു കഴിഞ്ഞ് നോക്കുമ്പോ ഇവൻ ഉപദേശിയുടെ പുറത്തിരുന്ന ഉപദേശിയുടെ 2 ചെവിയിലും പിടിച്ചിരിക്കുക. പ്രാർത്ഥന കഴിഞ്ഞപ്പോ ഉപദേശിയുടെ പുറത്ത് കൊച്ചിരിക്കുന്ന കണ്ടതോടുകൂടി അവർക്ക് ആകെ സങ്കടമായിപ്പോയി. അവര് പറഞ്ഞു സോറി. അപ്പൊ ഉപദേശി ചോദിച്ചത് എന്തതിന്റെ കാര്യം, ഇവൻ ഇങ്ങനെ കയറാൻ കാര്യം? ഇവിടുത്തെ അപ്പച്ചൻ ഇടയ്ക്ക് ഈ കൊച്ചിനെ ആന കളിപ്പിക്കും, ആനപ്പുറത്ത് കയറുക. അപ്പൊ ആ വീട്ടിൽ ആരെങ്കിലും മുട്ടുകുത്തുന്നുണ്ടെങ്കിൽ അത് ആനകളിയാ. പ്രാർത്ഥിക്കാൻ മുട്ടുകുത്തുന്നത് ആരും കണ്ടിട്ടില്ല, പിള്ളേര് കണ്ടിട്ടില്ല. മുട്ടുകുത്തുന്നുണ്ടെങ്കിൽ അത് ആന കളിക്കാൻ മാത്രം. അപ്പൊ കുറെ നാളായി അവിടുത്തെ അപ്പച്ചൻ ഇപ്പൊ നടുവേദനയായിട്ടിരിക്കുക, കൊണ്ട് ആനകളി നടക്കുന്നില്ല. അപ്പോഴാ ഈ വിസിറ്റിംഗ് പാസ്റ്റർ വന്ന കൊച്ചിനെ ആന കളിപ്പിക്കാൻ മുട്ടുകുത്തി തന്ന കൊച്ചുണ്ട്. അതുകൊണ്ട് അടുത്ത തലമുറ ആന കളിക്കാതിരിക്കണമെങ്കിൽ കഴിയുന്നിടത്തോളം ഒക്കെ മുട്ടുകുത്തി പ്രാർത്ഥിക്കണം കേട്ടോ. ഏലിയാവ് പ്രാർത്ഥിക്കുന്നത് എങ്ങനെയാന്ന് നോക്കി. എന്നാ എക്സർസൈസാന്നറിയോ? നിലത്തോട്ട് കുനിഞ്ഞു പുള്ളി, ഇരുന്നില്ല, കുനിഞ്ഞിട്ട് വളഞ്ഞ് മുഖം കൊണ്ടുവന്ന് മുഴങ്കാലിന്റെ ഇട വെച്ചു. എന്തിനാ? ഏകാഗ്രത കിട്ടാനാ, വേറൊന്നും കേൾക്കാതെയും കാണാതെയും പ്രാർത്ഥിക്കാനായിട്ട്. എന്തിനു വേണ്ടിയാ പ്രാർത്ഥിക്കുന്നത്? മഴ പെയ്യാൻ വേണ്ടിയിട്ട്. എന്നിട്ട് പുള്ളിയുടെ അസിസ്റ്റന്റിനോട് പറഞ്ഞു, നീ ഒന്ന് പോയി നോക്കിയേ മഴക്കാറുണ്ടോ നോക്കാൻ പറഞ്ഞു. അപ്പൊ നോക്കിയിട്ട് വന്നിട്ട് പറഞ്ഞു ഇല്ലാന്ന് പറഞ്ഞു. ഏലിയാവ് തല പൊക്കിയില്ല, പ്രാർത്ഥനയിൽ നിന്ന് മാറാതെ പറയുകയാണ്, നീ ഒന്നുകൂടെ പോയി നോക്കടാ. അവ പിന്നെയും എന്ന് പറയാ, ഇല്ല നീ പൊക്കോ, നീ പിന്നെയും പൊക്കോ. 7 പ്രാവശ്യം പോകാം. 7ാം പ്രാവശ്യം വന്നേച്ച് പറഞ്ഞു, ഒരു മനുഷ്യന്റെ കൈപ്പത്തി പോലെ ഒരു ചെറിയ മേഘം പൊങ്ങുന്നുണ്ടെന്ന് തോന്നുന്നു. ദൈവത്തോട് അടുപ്പമുള്ളവന്റെ ധൈര്യം കണ്ടോ? ദൈവത്തോട് 3.5 കൊല്ലമായിട്ട് മഴയില്ല, ഉണങ്ങി കരിഞ്ഞ പുല്ല് മുഴുവൻ പോയി, പശുക്കളൊക്കെ ചത്തു കിടക്കുക. ഈ മനുഷ്യൻ മുട്ട നിന്ന് പ്രാർത്ഥിക്കുക, വളഞ്ഞു കുത്തി നിന്ന് പ്രാർത്ഥിക്കുക. മഴക്കാറ് കേറുന്നവരെ പ്രാർത്ഥിച്ചു. ദൈവത്തോട് അടുപ്പമുള്ളവന് ധൈര്യമുണ്ട്, ദൈവത്തോട് അടുപ്പമുള്ളവന് വിശ്വാസമുണ്ട്.
ദൈവത്തോട് അടുപ്പമുള്ളവന് അധികാരമുണ്ട്. 3 കാര്യം ഇപ്പൊ കണ്ടല്ലോ. ദൈവത്തോട് അടുപ്പമുള്ളവന് അധികാരമുണ്ട്, ധൈര്യമുണ്ട്, വിശ്വാസമുണ്ട്. Praise the Lord. Praise the Lord. ഇനി ദാനിയേലിന്റെ പുസ്തകം 1-ാം അധ്യായം. എട്ടാം വാക്യം. എന്നാൽ രാജാവിന്റെ ഭോജനം കൊണ്ടും അവൻ കുടിക്കുന്ന വീഞ്ഞുകൊണ്ടും തന്നെത്താൻ അശുദ്ധമാക്കുകയില്ല എന്ന് ദാനിയേൽ ഹൃദയത്തിൽ നിശ്ചയിച്ചു. തനിക്ക് അശുദ്ധി ഭവിക്കുവാൻ ഇടവരുത്തരുതെന്ന് ഷണ്ണാധിപനോട് അപേക്ഷിച്ചു. ദൈവത്തോട് അടുപ്പമുള്ളവന് ഡിസിപ്ലിൻ ഉണ്ട്. ഡിസിപ്ലിൻ. എല്ലാവർക്കും എല്ലാം കഴിക്കാം, പക്ഷെ വിശ്വാസിക്ക് എല്ലാം കഴിക്കാൻ ഒക്കുകയില്ല. ഫ്രീ ആയിട്ട് കിട്ടിയാലും കഴിക്കാൻ ഒക്കുകയില്ല. ഏറ്റവും കൂടുതൽ ഫ്രീ കിട്ടുന്ന സാധനം എന്നാണെന്നറിയോ? വെള്ളം. മരുന്ന് മേടിക്കാം കാശില്ലെന്ന് പറഞ്ഞാൽ 50 രൂപ കൊടുക്കുകയില്ല. 500 രൂപയുടെ വിസ്കി മേടിച്ചു കൊടുക്കും. ഇപ്പൊ തേണ്ട നല്ല ഫോറിൻ സാധനം, രാജകൊട്ടാരത്തിലെ 1-ാം തരം ഡ്രിങ്ക്സ് ഫ്രീ ആയിട്ട് കിട്ടുക. ആരെങ്കിലും വേണ്ടെന്ന് നോക്കൂ. ദാസന്മാരും അടുത്തില്ല, സൺഡേ സ്കൂൾ അധ്യാപകർ അടുത്തില്ല, പപ്പ ഇല്ല, മമ്മി ഇല്ല. നല്ല ചാൻസാ. എത്ര നല്ലവൻ, മതിയായവൻ, എന്നെ കരുതുന്ന കർത്തൻ അവനെന്ന് പറഞ്ഞ് കുടിച്ചാ പോയി. ദൈവത്തോട് അടുപ്പമുള്ളവന് ഡിസിപ്ലിൻ ഉണ്ട്, സെൽഫ് ഡിസിപ്ലിൻ. എന്നെ നിയന്ത്രിക്കുന്നത് മറ്റാരുമല്ല, എന്റെ ദൈവമാണ്. ദൈവത്തോട് അടുപ്പമുള്ളവന് സെൽഫ് ഡിസിപ്ലിൻ ഉണ്ട്. ഞാനാ എന്റെ കാവൽക്കാരൻ. ഫ്രീയായിട്ട് കിട്ടിയതാ. പാലസ്, റോയൽ പാലസിലെ ഡ്രിങ്ക്സ്, ഫുഡ്. ഇവർ ചെറുപ്പത്തിലെ സൺഡേ സ്കൂളിൽ പഠിച്ചിട്ടുള്ള പിള്ളേരാ. ഇസ്രായേൽ മക്കൾക്ക് കഴിക്കാൻ പാടില്ലാത്ത ചില സാധനങ്ങളുണ്ട്, അതൊക്കെയാ ഈ അറബികൾ കഴിക്കുന്നത്. അതറിയാവുന്നതുകൊണ്ടാ പറഞ്ഞത് ഞങ്ങളത് കഴിക്കുകയല്ല. അപ്പം ഇവിടെ ഒരു പരിജ്ഞാനം എന്ന് പറയുന്നൊരു സംഭവമുണ്ട്. പരിജ്ഞാനം. ഈ ഫുഡിന്റെ നിയമങ്ങൾ ഓൾഡ് ടെസ്റ്റ്മെന്റിൽ വായിക്കുമ്പോൾ വെജിറ്റേറിയൻ ഫുഡിന് യാതൊരു നിയമവും വെച്ചിട്ടില്ല. നോൺ വെജിനെ ഉള്ളു നിയമങ്ങള്. ചെതുമ്പലില്ലാത്ത മത്സ്യം കഴിക്കാൻ മേല, കുളമ്പ് പിളരാത്ത ജീവികളെ കഴിക്കാൻ മേല, ചോര കളയാത്ത ഒന്നിനും കഴിക്കാൻ മേല, തനിയെ ചത്തതിനെ കഴിക്കാൻ മേല. കുറെ റൂൾസ് ഉണ്ട്. എന്നാ വെണ്ടയ്ക്ക കഴിക്കാൻ മേല, ഉരുളക്കിഴങ്ങ് കഴിക്കാൻ മേല, അങ്ങനെയൊന്നുമില്ല. വെജിറ്റബിൾസിന് നോ റൂൾസ് ആൻഡ് റെഗുലേഷൻസ്. അപ്പോൾ ബുദ്ധിയോടെ പെരുമാറി. നമ്മുടെ ഭാഷ പറഞ്ഞാൽ ദാനിയേല് ഫുഡിന്റെ ഇൻചാർജ് ഉള്ള ആളെ ചെന്ന് കണ്ടു പറഞ്ഞു, ഞങ്ങള് പ്യൂർ വെജാന്ന്. അയ്യോ, നോൺ വെജ് കഴിക്കുകയല്ലേ? ഇല്ല, ഞങ്ങള് കഴിക്കുക. അതേ അവിടെ പറ്റുള്ളൂ. അല്ലാതെ യേശുവിന്റെ നാമത്തിൽ നോൺ വെജിനെ ശാസിക്കുന്നു എന്നൊക്കെ പറഞ്ഞാൽ അകത്ത് പോകും.
വിവരക്കേട് കാണിച്ച് രക്തസാക്ഷിയാകരുത്. വളരെ ബുദ്ധിപൂർവ്വം പെരുമാറി. അവരോട് എന്ന് ചോദിച്ചു, സാറേ ഞങ്ങൾക്ക് വെജിറ്റേറിയനാ പ്രിഫർ ചെയ്തത് പറഞ്ഞു. അപ്പൊ ആ മനുഷ്യൻ പറഞ്ഞു, അതിനൊരു കുഴപ്പമുണ്ട്. നിങ്ങളുടെ വെയിറ്റ് ലോസ് വന്നാൽ എന്റെ ജോലി പോകുന്നല്ല, എന്റെ തല പോകും. അപ്പൊ ദാനിയേൽ പറഞ്ഞു, വെയിറ്റ് ലോസ് വരികയല്ല, ഞങ്ങൾ ഗ്യാരണ്ടി. 10 ദിവസം കഴിഞ്ഞ് ഞങ്ങളെ തൂക്കി നോക്കിക്കോ. എന്നാ പിന്നെ ഓക്കെ, നോക്കാമെന്ന് പറഞ്ഞു. 10 ദിവസം കഴിഞ്ഞപ്പോ ഉണ്ടല്ലോ, മുതൽ വായിച്ചു. അവൻ ഈ കാര്യത്തിൽ അവരുടെ അപേക്ഷ കേട്ടു. 10 ദിവസം അവരെ പരീക്ഷിച്ചു. 10 ദിവസം കഴിഞ്ഞ ശേഷം അവരുടെ മുഖം രാജഭോജനം കഴിച്ചു വന്ന സകല ബാലന്മാരുടേതിലും അഴകുള്ളതും അവർ മാംസപുഷ്ടിയുള്ളവരും എന്ന് കണ്ടു. അങ്ങനെ അഴക് ഉണ്ടാകണേ എന്നാ കഴിച്ചാൽ മതി? വെജിറ്റേറിയൻ കഴിച്ചാൽ മതി. അതുകൊണ്ട് ഇച്ചിരി വെജിറ്റേറിയനും കൂടെ കഴിക്കണമെന്ന് ആ കൊച്ചു പിള്ളേരോടൊക്കെ ഒന്ന് പറഞ്ഞു തരും കേട്ടോ. ഞാനതിലേക്ക് വന്നിട്ടുള്ള ആളായതുകൊണ്ട് എനിക്കറിയാം, ഇതുങ്ങളൊന്നും തൊടുകയല്ല വെജിറ്റേറിയൻ. അതുകൊണ്ട് പിള്ളേരോട് പറയണം, സൗന്ദര്യം ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ വെജിറ്റേറിയൻ കഴിക്കണം. ബൈബിളിലെ കാര്യമായി പറയുന്നത്. സ്തോത്രം. മറ്റുള്ള നോൺ വെജ് കഴിച്ചവരുടെ ഇതിനേക്കാൾ അഴകുള്ളതായി കണ്ടു. അത് വെജിറ്റേറിയൻ കൊണ്ടൊന്നും അല്ല കേട്ടോ. വെജിറ്റേറിയൻ മാത്രമല്ല, പ്രയറും കൂടിയാണ്. പ്രാർത്ഥനയുടെ കൂടെ എന്ത് കഴിച്ചാലും ആള് നന്നാവും. അതതിന്റെ കാര്യം. ഇനി അഴക് മാത്രല്ല, മാംസപുഷ്ടി ഉണ്ടായി. അത് മാത്രല്ല, 17-ാം വാക്യം നോക്കി. ഈ 4 ബാലന്മാർക്കോ ദൈവം സകല വിദ്യയിലും ജ്ഞാനത്തിലും നിപുണതയും സാമർഥ്യവും കൊടുത്തു. ദാനിയേൽ സകല ദർശനങ്ങളെയും സ്വപ്നങ്ങളെയും സംബന്ധിച്ച് വ്യാഖ്യാനിയായിരുന്നു. എന്താ നോളജ് വർദ്ധിച്ചു, സ്മാർട്ടായി. ആത്മീയ അച്ചടക്കം പാലിച്ചാൽ ജ്ഞാനം ഉണ്ടാവും. എഴുതി വെച്ചു, യഹോവ ഭക്തി ജ്ഞാനത്തിന്റെ ആരംഭം. ആത്മീയ അച്ചടക്കത്തിൽ ജീവിച്ചാൽ പ്രൊമോഷൻ ഉണ്ടാവും. ഈ ഒരു സംഭവം കഴിഞ്ഞതോടുകൂടി ഇവർക്ക് പ്രൊമോഷനായി. രാജാവ് അവരോട് ജ്ഞാന വിവേകമായി സംസാരിച്ചതിലെല്ലാം രാജ്യത്തെല്ലായിടവുമുള്ള സകല മന്ത്രവാദികളിലും ആഭിചാരകന്മാരിലും 10 ഇരട്ടി വിശിഷ്ടന്മാരെന്ന് കണ്ടു. അപ്പോ രാജ്യത്തിന്റെ ഏറ്റവും ടോപ്പ് റാങ്ക് ഓഫീസേഴ്സ് ആക്കി ഇവരെ മാറ്റിയെന്ന. ദാനിയേല് പിന്നീട് ഗവൺമെന്റ് സെക്രട്ടറിയായി. ദാനിയേല് പിന്നീട് രാജാവിന്റെ മെയിൻ അഡ്വൈസറായി. ദൈവത്തോട് അടുപ്പമുള്ളവൻ അവൻ ഡിസിപ്ലിൻ ഉള്ളവനായിരുന്നു. ഇനി 2-ാം അധ്യായം. ഒന്നാം വാക്യം. നെബൂഖദ്നേസറിന്റെ വാഴ്ചയുടെ 2-ാം ആണ്ടിൽ നെബൂഖദ്നേസർ സ്വപ്നം കണ്ടു. അവന്റെ മനസ്സ് വ്യാകുലപ്പെട്ടു, അവൻ ഉറക്കമില്ലാതെയായി. രാജാവിനോട് സ്വപ്നം അറിയിപ്പാൻ മന്ത്രവാദികളെയും ആഭിചാരകന്മാരെയും ക്ഷുദ്രക്കാരെയും കൽദയരെയും വിളിക്കുവാൻ രാജാവ് കൽപ്പിച്ചു. അവർ വന്ന് രാജസന്നിധിയിൽ നിന്നു. രാജാവ് അവരോട്, ഞാനൊരു സ്വപ്നം കണ്ടു, സ്വപ്നം ഓർക്കാതിരുന്നിട്ട് എൻ്റെ മനസ്സ് വ്യാകുലപ്പെട്ടിരിക്കുന്നു എന്ന് കൽപ്പിച്ചു. അതിന് കൽദയർ അരാമ്യ ഭാഷയിൽ രാജാവിനോട്, രാജാവ് ദീർഘായുസായിരിക്കട്ടെ,
സ്വപ്നം അടിയങ്ങളോട് കൽപ്പിച്ചാലും അർത്ഥം ബോധിപ്പിക്കാം എന്നുണർത്തിച്ചു. രാജാവ് കൽദയരോട് ഉത്തരം പറഞ്ഞത്, വിധി കൽപ്പിച്ചുപോയി. ഇനി ഞാൻ വായിപ്പിക്കുന്നില്ല, സമയം പോയി. ഈ ഉദ്യോഗസ്ഥന്മാർക്ക് ആർക്കും രാജാവിന്റെ സ്വപ്നവും അർത്ഥവും പറയാൻ കഴിവില്ല. ഓക്കെ, ആർക്കും കഴിവ് ഉണ്ടാവത്തുമില്ല. കാരണം പുള്ളി സ്വപ്നം കണ്ടു, പുള്ളി മറന്നുപോയി. എന്തൊരു കഷ്ടം നോക്കണേ. ഒരാൾ സ്വപ്നം കാണുന്നു, അയാള് തന്നെ മറക്കുന്നു, ബാക്കിയുള്ളവർക്ക് കിടക്കപ്പുറത്തി. ഇയാളല്ലേ കണ്ടത്, ഇയാളല്ലേ മറന്നത്, ഇനി ഞങ്ങളല്ലേ ചെയ്യണ്ടേ? രാജഭരണമല്ലേ. ഞാൻ മറന്നു, ഇനി നിങ്ങൾ പറ. എന്റെ പൊന്ന് സാറ് സ്വപ്നം പറ, ഞങ്ങൾ അർത്ഥം പറയാം. അതൊന്നും പറ്റിയല്ല, നിങ്ങൾ സ്വപ്നം പറയണം, അർത്ഥം പറയണം. എന്തൊരു അഹങ്കാരം അല്ലേ. പുള്ളി മറന്നതിന് ഇപ്പൊ നമ്മൾ എന്താ ചെയ്യാൻ? പക്ഷേ ദൈവത്തോട് അടുപ്പമുള്ളവന് അതിനും പണിയുണ്ട്. ഏത് കുരുക്കു വഴിക്കാം, ഏത് പ്രതിസന്ധിയിലും വഴി കണ്ടെത്താം ദൈവത്തോട് അടുപ്പമുള്ളവൻ. നിങ്ങൾ ചെറുപ്പക്കാരാണല്ലോ അധികം പേര്, ശ്രദ്ധിച്ചേ. പതിനെട്ടാം വാക്യം, 17-18. പിന്നെ ദാനിയേൽ വീട്ടിൽ ചെന്ന് താനും കൂട്ടുകാരും ബാബേലിലെ ശേഷം വിദ്വാൻമാരോടുകൂടെ നശിച്ചു പോകാതിരിക്കേണ്ടതിന് ഈ രഹസ്യത്തെക്കുറിച്ച് സ്വർഗസ്ഥനായ ദൈവത്തിന്റെ കരുണ അപേക്ഷിക്കുവാൻ തക്കവണ്ണം കൂട്ടുകാരായ ഹനന്യാവിനോടും മീശായേലിനോടും അസര്യാവിനോടും കാര്യം അറിയിച്ചു. അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ TV സ്ക്രീനിൽ പടം വരുന്നത് പോലെ രാജാവ് കണ്ട സ്വപ്നം ദാനിയേലിന്റെ മനസ്സിൽ തെളിഞ്ഞു. വീണ്ടും പ്രാർത്ഥിച്ചപ്പോൾ അതിന്റെ അർത്ഥം തെളിഞ്ഞു. കുഞ്ഞുങ്ങളെ, ഇറ്റ് ഈസ് പോസിബിൾ. ഇന്നും സംഭവിക്കും, ഇതൊക്കെ സംഭവിക്കും. ദൈവത്തോട് അടുപ്പമുള്ളവന് ദർശനങ്ങൾ ലഭിക്കും. അതിലേക്ക് വളരാൻ പ്രാർത്ഥിക്കണം. ജസ്റ്റ് സ്നാനപ്പെട്ടു, ഒരു മെമ്പറായി, അയ്യോ അതുകൊണ്ട് എന്താ കാര്യം? ദൈവത്തോട് അടുപ്പമുള്ളവന് അധികാരമുണ്ട്, ദൈവത്തോട് അടുപ്പമുള്ളവന് ധൈര്യമുണ്ട്, ദൈവത്തോട് അടുപ്പമുള്ളവന് വിശ്വാസമുണ്ട്, ദൈവത്തോട് അടുപ്പമുള്ളവന് അച്ചടക്കമുണ്ട്, ദൈവത്തോട് അടുപ്പമുള്ളവന് ദർശനമുണ്ട്. അങ്ങനെ ദാനിയേൽ രാജസന്നിധിയിൽ ചെന്നു, ക്ലിയർ ആയിട്ടങ്ങ് പറഞ്ഞു കഴിഞ്ഞപ്പോൾ രാജാവ് എന്ത് ചെയ്തു? 49-ാം വാക്യം വായിച്ചു, 2-ന്റെ. ദാനിയേലിന്റെ അപേക്ഷ പ്രകാരം രാജാവ് ശദ്രക്കിനെയും മേശക്കിനെയും അബേദ്നെഗോവിനെയും ബാബേൽ സംസ്ഥാനത്തിലെ കാര്യാദികൾക്ക് മേൽവിചാരകരാക്കി. ദാനിയേലോ രാജാവിന്റെ കൊട്ടാരത്തിൽ പാർത്തു. എന്നാ പ്രമോഷനാ! കൂടെ പ്രാർത്ഥിക്കാൻ ഇരുന്നവർക്കെല്ലാം നല്ല ജോലി. ദാനിയേലിന് ഡബിൾ പ്രൊമോഷൻ. കൊട്ടാരത്തിനകത്ത് രാജാവിന്റെ പേഴ്സണൽ സെക്രട്ടറി ആയി. ദൈവത്തോട് അടുപ്പമുള്ളവന് ലോകത്തിലെ ഉന്നതന്മാരുമായി അടുപ്പം കിട്ടും. ഹല്ലേലൂയ. മനസ്സിലായോ? ദൈവത്തോട് അടുപ്പമുള്ളവന് മഹാരാജാവുമായിട്ട് അടുപ്പം. നമുക്കൊക്കെ സമൂഹത്തിലെ ആളുകളുമായിട്ടൊന്നും വലിയ ബന്ധമില്ല. പക്ഷെ ഞാൻ ഈ പറയുന്നത് പ്രാക്ടിക്കലാണ്. വിശ്വസിക്ക്, അത് സംഭവിക്കും. സമൂഹത്തിലെ ഉയർന്ന ആളുകൾ നിങ്ങളെ പ്രാർത്ഥിക്കാൻ വിളിക്കുമെന്നേ. എനിക്കറിയാം, ഒരു ഓഫീസിൽ
അതിന്റെ ടോപ്പ് ആള് നമ്മുടെ ഒരു സഹോദരിയുടെ കൂടെ വന്ന് പ്രാർത്ഥിക്കാൻ പറയും. ആ സഹോദരി ആ കൺസ്ട്രക്ഷൻ കമ്പനിയിലെ ഒരു സിവിൽ എഞ്ചിനീയറാണ്. അതിന്റെ ടോപ്പ് ആള് ഇടയ്ക്കിടയ്ക്ക് വന്ന ഓരോ കോംപ്ലിക്കേറ്റഡ് ആയ വിഷയം വരുമ്പോ മാഡം ഒന്ന് പ്രാർത്ഥിച്ചാൽ ഇതിനൊരു വ്യത്യാസം വരും. കണ്ടോ? ദൈവത്തോട് അടുപ്പമുള്ളവന് സമൂഹത്തിലെ ടോപ്പ് ആളുകളുമായിട്ട് അടുപ്പം ഉണ്ടാക്കി തരും ദൈവം. ദാനിയേൽ ഇപ്പൊ എവിടെയാ? കോവിലകത്ത. അപ്പൊ ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ആദ്യം ദാനിയേലിനെ കാണണം. ദാനിയേലിന്റെ റെക്കമെൻഡേഷൻ ലെറ്റർ ഉണ്ടെങ്കിൽ ആ രാജ്യത്ത് എന്ത് കാര്യവും നടക്കും. ദൈവത്തോട് അടുപ്പം നിലനിർത്തണമെങ്കിൽ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ട്. ഡിസിപ്ലിൻ നോക്കണം. കണ്ടോ? ദൈവവചനം എത്ര മനോഹരമാണ്. പക്ഷേ ദൈവത്തോട് അടുപ്പമുള്ളവർക്ക് വെല്ലുവിളികൾ ഉണ്ടാകും. അതാണ് അടുത്തത്. ദൈവത്തോട് അടുപ്പമുള്ളവർക്ക് ചലഞ്ചസ് ഉണ്ടാകും. 3-ാം അധ്യായം വലിയൊരു ചലഞ്ചാണ്. 1-ാം വാക്യം. നെബൂഖദ്നേസർ രാജാവ് പൊന്നുകൊണ്ടൊരു ബിംബമുണ്ടാക്കി. അതിൻ്റെ ഉയരവും 60 മുഴവും വണ്ണം 6 മുഴവും ആയിരുന്നു. അവൻ അതിനെ ബാബേൽ സംസ്ഥാനത്ത് ദുരാം സമഭൂമിയിൽ നിർത്തി. നെബൂഖദ്നേസർ രാജാവ് പ്രധാന ദേശാധിപതിമാരും സ്ഥാനാധിപതിമാരും ദേശാധിപതിമാരും ന്യായാധിപന്മാരും ഭണ്ഡാര വിചാരന്മാരും മന്ത്രിമാരും നഗരാധിപന്മാരും സകല സംസ്ഥാന പാലകന്മാരും താൻ നിർത്തിയ ബിംബത്തിൻ്റെ പ്രതിഷ്ഠയ്ക്ക് വന്നുകൂടുവാൻ ആളയച്ചു. എന്താണ് വെല്ലുവിളി? 60 മുഴ ഉയരം, 6 മുഴം വണ്ണം, പൊന്നുകൊണ്ടുള്ള വിഗ്രഹം. ഇതിന്റെ മുമ്പിൽ എല്ലാവരും നമസ്കരിക്കണം. പുതിയൊരു റൂളാ പാർലമെന്റിലൊക്കെ പാസ്സാക്കി. ഏകാധിപത്യമല്ലേ? എല്ലാരും ഇതിന്റെ മുമ്പിൽ ആരാധിക്കണം. നിങ്ങൾക്ക് ചരിത്രം അറിയാവുന്നതുകൊണ്ട് ഞാൻ സമയം ലാഭിക്കാം. ദാനിയേലും കൂട്ടരും കുഴഞ്ഞു. അവർക്കിത് പറ്റൂല. അതൊരു വലിയ പ്രശ്നമായി. അസൂയക്കാരുണ്ടല്ലോ. 8 മുതൽ വായിക്കാം. എന്നാൽ ആ സമയത്ത് ചില കൽദയർ അടുത്തു വന്ന് യഹൂദന്മാരെ കുറ്റം ചുമത്തി. അവർ നെബൂഖദ്നേസർ രാജാവിനെ ബോധിപ്പിച്ചത്, രാജാവ് ദീർഘായുസ്സായിരിക്കട്ടെ. രാജാവെ, കാഹളം, കുഴൽ, തമ്പുരു, കിന്നരം, വീണ, നാഗസ്വരം മുതലായ സകലവിധ വാദ്യനാദവും കേൾക്കുന്ന ഏവനും വീണ് സ്വർണ്ണബിംബത്തെ നമസ്കരിക്കണമെന്നും ആരെങ്കിലും വീണ് നമസ്കരിക്കാതിരുന്നാൽ അവനെ എരിയുന്ന തീച്ചൂളയിൽ ഇട്ടുകളയുമെന്നും ഒരു തീർപ്പ് കൽപ്പിച്ചുവല്ലോ. ബാബേൽ സംസ്ഥാനത്തിലെ കാര്യാദികൾക്ക് മേൽവിചാരകന്മാരായി നിയമിച്ച ശദ്രക്, മേശക്, അബേദ്നെഗോ എന്ന ചില യഹൂദന്മാരുണ്ടല്ലോ. ഈ പുരുഷന്മാർ രാജാവിനെ കൂട്ടാക്കിയില്ല. അവർ തിരുമനസ്സിലെ ദേവന്മാരെ സേവിക്കുകയോ തിരുമനസ്സുകൊണ്ട് നിർത്തിയ സ്വർണ്ണബിംബത്തെ നമസ്കരിക്കുകയോ ചെയ്യുന്നില്ല. അപ്പോൾ നെബൂഖദ്നേസർ ഉഗ്രകോപവും ക്രോധവും പൂണ്ട് ശദ്രക്കിനെയും മേശക്കിനെയും അബേദ്നെഗോവിനെയും കൊണ്ടുവരുവാൻ കൽപ്പിച്ചു. അവർ ദാനിയേല് കൊട്ടാരത്തിനകത്തായതുകൊണ്ട് പുള്ളിയെ ഇവര് പെട്ടെന്ന് കയറി ആക്രമിച്ചില്ല. മറ്റേ 3 പേരെ പിടിച്ചു. അവരെ ഇവരെക്കാൾ മുകളിലാണ് ഇപ്പൊ നിയമിച്ചിരിക്കുന്നത്. അതിന്റെ ഒരു അസൂയുണ്ട്.
ഇവരുടെ പേരിൽ എന്തെങ്കിലും ഒരു കുറ്റം നോക്കിയിരിക്കുകയായിരുന്നു. അപ്പോഴാ ഈ ഒരു കേസ് കിട്ടി. രാജാവിന് ഭയങ്കര ദേഷ്യം വന്നു. ഇവരെ തീച്ചുളയിലിടാൻ തീരുമാനിച്ചു. ദൈവത്തോട് അടുപ്പമുള്ളവർക്ക് ചലഞ്ചസ് വരും, വെല്ലുവിളികൾ ഏറ്റെടുക്കേണ്ടി വരും. പക്ഷേ അത് നന്മയ്ക്കായി മാറും. അത് കൂടുതൽ അടുപ്പത്തിന് കാരണമാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. വെല്ലുവിളികളെ നേരിടുന്ന സഹോദരങ്ങളെ, പ്രതിസന്ധികളിലൂടെ കടന്നു പോകുന്ന ദൈവകുഞ്ഞുങ്ങളെ, ദൈവത്തോടുള്ള അടുപ്പം കൂടാനുള്ള ഒരു വഴിയായി, ദൈവത്തോടുള്ള ഇന്റിമസി വർദ്ധിക്കാൻ വേണ്ടിയാണിത്. ഈ വെല്ലുവിളി, ഈ ചലഞ്ച്. രാജാവ് ഇവരോട് ചോദിച്ചു, നിങ്ങൾ എന്താ ഇങ്ങനെ ചെയ്യുന്നേ? അവരുടെ മറുപടി, ഞങ്ങൾ സേവിക്കുന്ന ദൈവത്തിന് ഞങ്ങളെ വിടുവിക്കാൻ കഴിയുമെങ്കിൽ അവൻ വിടുവിക്കട്ടെ, ഇല്ലെങ്കിലും ഞങ്ങൾ ദേവന്മാരെ നമസ്കരിക്കയില്ല. രാജാവ് അവരെ തീച്ചുളയിലിട്ടു. ഇവര് തീച്ചോളയിൽ എത്തുന്നതിന് മുമ്പ് ദൈവത്തിന്റെ ദൂതൻ അവിടെ എത്തി. ഇവരെ പിടിച്ചു കെട്ടി ഇടാൻ പോയവര് തീയുടെ ജ്വാല അടിച്ച് ചത്തുപോയി. ഇവരെ ആ തീക്കകത്ത് സൂക്ഷിച്ചു. എന്ത് സംഭവിച്ചെന്നറിയാമോ? ദൈവത്തോടുള്ള അടുപ്പം പഴയതിനേക്കാൾ ഒത്തിരി വർദ്ധിച്ചു. തീക്കകത്ത് ഇറങ്ങി വരുന്ന ഒരു ദൈവമുണ്ടോ? ഉണ്ട്. കുഞ്ഞുങ്ങളെ, ചെറിയ കഷ്ടങ്ങൾ, ചെറിയ പ്രയാസങ്ങൾ, ചെറിയ വേദനകൾ, വെല്ലുവിളികൾ ജീവിതത്തിൽ വരുമ്പോൾ പതറരുത്, പതറരുത്. അത് കൂടുതൽ നന്മയ്ക്കാട്ടോ. ദൈവത്തോട് നിന്നെ ഇച്ചിരി അടുപ്പിക്കാൻ പോവുക ഈ 2021. കുറച്ചുകൂടി അടുപ്പിക്കാൻ പോവുക ദൈവം. അതിനാണ് ഈ ചലഞ്ച്, അതിനാണ് ഈ വേദന, അതിനാണ് ഈ വെല്ലുവിളി. എന്നെ നിത്യതയോടടുപ്പിക്കുന്ന എല്ലാ അനുഭവങ്ങൾക്കും നന്ദി. എന്നെ നല്ല ശിഷ്യനാക്കിടുന്ന എല്ലാ കുരിശുകൾക്കും നാഥാ നന്ദി. എല്ലാ തോൽവികൾക്കും നാഥാ നന്ദി. നിന്റെ മുഖം കാണുവാൻ അതു നിമിത്തമായി എല്ലാ കണ്ണുനീരിനും നാഥാ നന്ദി. നിന്റെ സാന്നിധ്യം അറിയാൻ ഇടയായി. ബ്ലസ്സൻ മേമനയുടെ മനോഹരമായ ഗാനം. പ്രിയപ്പെട്ടവരെ, ഞാൻ എൻ്റെ വാക്കുകൾ ഇവിടെ കൺക്ലൂഡ് ചെയ്യട്ടെ. ദൈവത്തോട് അടുത്ത് ചെല്ലുവീൻ, എന്നാൽ അവൻ നിങ്ങളോട് അടുത്ത് വരും. നോക്കിയേ, ഈക്കകത്തോട്ട് ദൈവം ഇറങ്ങി വന്ന കണ്ടോ? ദൈവത്തോട് അടുത്ത് ചെല്ലുവീൻ. പ്രയാസത്തിന്റെ സമയത്തും അടുത്ത് ചെല്ലണം, വെല്ലുവിളിയുടെ സമയത്തും അടുത്ത് ചെല്ലണം. അപ്പോൾ ദൈവം നിങ്ങളോട് അടുത്ത് വരും. നോക്ക്, ദൈവം ആ ഈക്കകത്തേക്ക് ഇറങ്ങി വന്നു. ലാസ്റ്റ് എന്ത് സംഭവിച്ചെന്നറിയാമോ? രാജാവ് ഓർഡർ ഇട്ടു, ഇവരുടെ ദൈവമാണ് ദൈവം, ഇവരുടെ ദൈവമാണ് ദൈവമെന്ന് രാജാവ് കൽപ്പനയിറക്കി. 3-ാം അധ്യായത്തിന്റെ ഒടുവിലത്തെ വാക്യങ്ങൾ വായിച്ച് നോക്കണം കേട്ടോ. ഞാനിവിടെ ഇപ്പൊ നിർത്തും, നിങ്ങൾ രാത്രി അതൊന്ന് വായിച്ച് നോക്കണം. 28-ാം വാക്യം ഞാൻ വായിക്കാം. അപ്പോൾ നെബൂഖദ്നേസർ കൽപ്പിച്ചത്
ശദ്രക്കിന്റെയും മേശക്കിന്റെയും അബേദ്നെഗോവിന്റെയും ദൈവം വാഴ്ത്തപ്പെട്ടവൻ. അന്യജാതിക്കാരൻ നമ്മുടെ ദൈവത്തെ മഹത്വപ്പെടുത്താൻ ഇടയായി. എന്തുകൊണ്ടാ? നമ്മൾ ദൈവത്തിന് വേണ്ടി നേരെ നിന്നതുകൊണ്ടാ. ഒരു ചെറിയ ആയുസേ ഉള്ളൂ. ദൈവത്തിന് വേണ്ടി നിൽക്കണം, നേരെ നിൽക്കണം, അച്ചടക്കത്തിൽ നിൽക്കണം, വേർപാടിൽ നിൽക്കണം, വിശുദ്ധിയിൽ നിൽക്കണം, പ്രാർത്ഥനയോടെ നിൽക്കണം. നിന്റെ ദൈവമാണ് ദൈവമെന്ന് ദേശം നാളെ പറയണം. നിന്റെ കൂടെ ജോലി ചെയ്യുന്നവർ പറയണം. ദൈവത്തോട് അടുത്ത് ചെല്ലുവീൻ, എന്നാൽ അവൻ നിങ്ങളോടും അടുത്തു വരും. പിതാവേ, ഈ കൂട്ടായ്മയെ അനുഗ്രഹിക്കണം. ഇതിനകത്ത് ഇന്ന് പങ്കെടുക്കുന്ന ഭൂരിഭാഗം പേര് ചെറുപ്പക്കാരാണ്. ഞാൻ ഇവരെ യേശു കർത്താവിന്റെ നാമത്തിൽ അനുഗ്രഹിക്കുകയാണ്, ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കും. കർത്താവെ, ദൈവത്തോടൊരു അടുപ്പം, ഒരു ഇന്റിമസിയിലേക്ക് ഇവരെ കൊണ്ടുവരണമേ. ഇപ്പോൾ ഏതെങ്കിലും വെല്ലുവിളികൾ, വേദനകൾ നേരിടുന്ന പ്രിയപ്പെട്ടവർ ഇതിനകത്തുണ്ടോ? ഉണ്ടെങ്കിൽ ദൈവത്തോട് കൂടുതൽ അടുക്കുവാൻ അത് കാരണമായി തീരട്ടെ. ദൈവ മഹത്വം അവർ ദർശിക്കട്ടെ. ഓ ജീസസ്, ഈ 2021 കർത്താവിനെ കൂടുതൽ അടുത്തറിയാൻ ഇടവരട്ടെ. അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കും യേശുവിന്റെ നാമത്തിൽ തന്നെ.